ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെപ്പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികളെ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തൻ്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെപ്പോലും അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും, എന്തു ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതി. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ അനുദിന സാധാരണമായ ദൈവിക പരിപാലനയെക്കുറിച്ച് സംസാരിക്കുന്ന വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണ്. ഭക്ഷണവും വസ്ത്രവും ഒരു മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളാണ്. നല്ലൊരു വസ്ത്രം ധരിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിനുള്ള സംതൃപ്തി വാക്കുകൾക്ക് അതീതമാണ്. കാലിത്തൊഴുത്തിലെ പിള്ളക്കച്ചയും കാൽവരിയിലെ അരക്കച്ചയും മാത്രം ധരിച്ച യേശുക്രിസ്തുവിൻ്റെ വസ്ത്രത്തിൻ്റെ ഭംഗിയെക്കുറിച്ചുള്ള വർണ്ണന ഏക സൂചനയായി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണം മാത്രമാണ്. പടയാളികൾ പങ്കിട്ടെടുത്ത യേശുവിൻ്റെ ഭൂമിയിലെ വസ്ത്രം പിന്നീട് 3-ാം ദിവസം ഭൂമിയിലെ ഒരലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയുന്നതിൽ അധികം വെണ്മയുള്ള സ്വർഗീയ വസ്ത്രത്തിന് അർഹനായി തീർന്നത് പോലെ ദൈവീകമാക്കണം നമ്മുടെ ജീവിതം. പ്രിയമുള്ള ദൈവമക്കളെ, ഭക്ഷണവും വസ്ത്രവും ആദിമസഭയിലെ ശക്തമായ 2 കൂദാശിക പ്രതീകങ്ങളായിരുന്നു. പഴയ നിയമത്തിലെ മനുഷ്യനെ ഉരിഞ്ഞുമാറ്റി പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് ആ പ്രവർത്തനത്തെ സൂചിപ്പിക്കുകയായിരുന്നു ആദിമസഭയിലെ മാമോദീസ കൊണ്ട് അർത്ഥമാക്കിയിരുന്നത്. ഇന്നും നാം മാമോദീസായിലെ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അപ്പമാകട്ടെ നിത്യജീവൻ്റെ പരിശുദ്ധ കുർബാനയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈശോ തന്നെ ജീവൻ്റെ അപ്പമായി നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഭക്ഷണത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഈ ഭൗമികതയിൽ നിന്ന് മാമോദീസായുടെയും പരിശുദ്ധ കുർബാനയുടെയും കൂദാശിക ജീവിതത്തിലേക്ക്, സ്വർഗീയ അനുഭവത്തിലേക്ക് ഈശോ നാം ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ദൈവിക പരിപാലനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവർക്ക് ആശങ്കപ്പെടാൻ യാതൊന്നിനും ന്യായമില്ല എന്ന് സ്ഥാപിക്കുവാനായിട്ട് ഈശോ 3 കാരണങ്ങൾ ഈ വചനഭാഗത്ത് അവതരിപ്പിക്കുന്നു. ഒന്നാമതായി, ദൈവിക ജീവൻ ഭക്ഷണത്തേക്കാൾ വിലപ്പെട്ടതാണെന്നും വസ്ത്രം ശരീരത്തേക്കാൾ ഉപരിയാണെന്നും പറഞ്ഞു വയ്ക്കുന്നു. രണ്ടാമതായി, കാക്കകളെയും ലില്ലിപ്പൂക്കളെയും പോലെ ദൈവത്തിൻ്റെ സ്പർശനമുണ്ട് എന്നും ഏറ്റവും നിസ്സാരമായവയെ പോലും പരിപാലിക്കുന്ന ദൈവം തൻ്റെ കരസൃഷ്ടിയായ മനുഷ്യനെ എത്രയധികം കരുതലോടെയാണ് സംരക്ഷിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. മൂന്നാമതായി, ആശങ്ക അടിസ്ഥാനരഹിതമാണെന്നും പ്രയോജനശൂന്യമാണെന്നും തിരുവചനം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്നത് ആണ് ഏറ്റവും ശ്രേഷ്ഠം. മറിച്ച് ആയുസ് കൂട്ടുവാനോ മുടിയുടെ നിറം മാറ്റുവാനോ നമുക്ക് കഴിയില്ല. എന്നാൽ ആശങ്ക കൊണ്ട് ആയുസ് കുറയും എന്നും മുടി നരയ്ക്കുകയും ചെയ്യും എന്ന് ശാസ്ത്രം പറയുന്നു. അനിയന്ത്രിതമായ ഉത്കണ്ഠ മനോരോഗത്തിന് മാത്രമല്ല, ഹൃദ്രോഗത്തിനും പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും അൾസറിനും
ഒക്കെ കാരണമായി മാറുന്നുണ്ട് എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു വിശ്വാസിയുടെ മൂലധനം എന്ന് പറയുന്നത് സമ്പത്തോ അധികാരമോ ഒന്നുമല്ല, മറിച്ച് കറകളഞ്ഞ ദൈവിക വിശ്വാസം മാത്രമാണ്. ഈ സ്വർഗീയ ജീവിതത്തിലേക്ക് നാം പങ്കാളികളാകുവാൻ, ദൈവികമായി ജീവിക്കുവാൻ, ഒരു ശിശുവിനെ പോലെ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായി ജീവിക്കുവാനായിട്ടും ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതിനായി സർവശക്തനായ ദൈവം നാം ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.